പാലായിൽ തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ ചൂട് അതിന്റെ പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇത്തവണ പോരാട്ടം വ്യക്തിപരമായ അഭിമാനത്തെയും രാഷ്ട്രീയ പ്രതികാരത്തെയും തൊടുന്നതാണ്. കെ.എം. മാണിയുടെ തട്ടകത്തിൽ ഒരിക്കൽ തന്നെ തോൽപ്പിച്ച മാണി സി കാപ്പനോട് ഇത്തവണ രാഷ്ട്രീയമായി കണക്ക് തീർക്കാൻ ജോസ് കെ മാണി എന്തായാലും ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത്. വികസന വിഷയങ്ങളെ മുൻനിർത്തിയാണ് ഈ ഏറ്റുമുട്ടൽ. എന്നാൽ ആരോപണങ്ങളുടെ ഭാരം കൂടുതലായി ചുമക്കേണ്ടി വരുന്നത് മാണി സി കാപ്പനാണെന്ന ചിത്രമാണ് പാലായിലെ രാഷ്ട്രീയ വേദികളിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം. LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ പാലായിലെത്തിയപ്പോൾ ജാഥ ക്യാപ്റ്റനായ ജോസ് കെ മാണി വേദിയെ മുഴുവനായും വികസന ചർച്ചകൾക്കാണ് ഉപയോഗിച്ചത്. ആ പ്രസംഗത്തിന്റെ കേന്ദ്രീകൃത ലക്ഷ്യം ഒരാൾ മാത്രമായിരുന്നു. അത് മാണി സി കാപ്പനാണ്. ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ പോലും പങ്കെടുക്കാത്ത കാപ്പനെ തുറന്നു കാണിക്കാനുള്ള അവസരവും ജോസ് കെ മാണി അവസരോചിതമായി തന്നെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. കാപ്പൻ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, യോഗങ്ങളിലും പങ്കെടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് തന്നെ കുറ്റം പറഞ്ഞു നടക്കുന്നത് എന്ന ചോദ്യവും ജോസ് ഉയർത്തുന്നുണ്ട്. മാണി സി കാപ്പൻ ഇതിന് മറുപടിയുമായി രംഗത്തെത്തിയെങ്കിലും അത് കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത്. മാണി സാറിനോട് 3 തവണ തോറ്റ ഞാൻ അദ്ദേഹത്തിന്റെ വികസനങ്ങൾക്ക് ഒരിക്കലും തടസ്സം നിന്നിട്ടില്ലെന്നും ഇവിടെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നത് ജോസ് കെ മാണിയാണെന്നുമായിരുന്നു കാപ്പന്റെ വാദം. എന്നാൽ പല കോണിൽ നിന്നും കാപ്പന്റെ വാദത്തിന് വിമർശനങ്ങൾ വന്നു. അതും കാപ്പനെ പ്രതിരോധ നിലയിലേക്ക് തള്ളിയിടുന്നതായിരുന്നു. അതിലും ഗുരുതരമായി ജോസ് കെ മാണി UDF-ലേക്ക് പോകാൻ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന ആരോപണവും മാണി സി കാപ്പൻ ഉന്നയിച്ചു. കുരിശുപള്ളി മാതാവിന് മുന്നിൽ വെച്ച് അത് നിഷേധിക്കാൻ ജോസ് തയ്യാറാണോ എന്ന വെല്ലുവിളിയും കാപ്പൻ ഉയർത്തി. എന്നാൽ ഇതുവരെ ജോസ് കെ മാണി ഈ ആരോപണത്തിന് ഔദ്യോഗിക മറുപടി നൽകിയിട്ടില്ല. ജോസ് കെ മാണിയുടെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചുയർന്ന മറ്റൊരു ആരോപണം വികസന അവലോകന യോഗങ്ങളിൽ പോലും പങ്കെടുക്കാതെ, മണ്ഡലത്തിൽ ഫോളോ അപ്പ് നടത്താതെ വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുകയാണ് മാണി സി കാപ്പൻ എന്നാണ്. പാലായിൽ നടക്കാൻ പോകുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് പോരല്ല, ജനങ്ങളും വികസന വിരോധികളും തമ്മിലുള്ള മത്സരമാണെന്നാണ് ജോസ് കെ മാണിയുടെ വിലയിരുത്തൽ. അതേസമയം ആരോപണങ്ങൾക്കെതിരെ ശക്തമായ മറുപടി നൽകാൻ മാണി സി കാപ്പൻ കോപ്പ് കൂട്ടുമ്പോഴും വികസന ചർച്ചയുടെ മധ്യത്തിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലായിരുന്നു കാപ്പന്റെ മുൻകാലങ്ങളിലെ രാഷ്ട്രീയ ചരിത്രം. കാപ്പൻ വിരോധികൾ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് കുത്തിപ്പൊക്കുന്നുമുണ്ട്. MLA എന്ന നിലയിൽ മാണി സി കാപ്പൻ പരാജയമാണെന്ന് ജോസ് കെ മാണി വിമർശിക്കുമ്പോൾ ജോസ് കെ മാണിയെ വികസനം മുടക്കിയെന്ന് വിളിച്ച് തിരിച്ചടിക്കുകയാണ് കാപ്പൻ. വികസനം മുരടിച്ചത് എപ്പോഴാണെന്ന് ജനങ്ങൾക്കറിയാമെന്നും ഇതിന് ജനങ്ങൾ മറുപടി പറയുമെന്നും സോഷ്യൽ മീഡിയ കമന്റുകളുമുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണത്തെ പോരാട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്ന് ഉറപ്പാണ്. കേന്ദ്രത്തിന് കേരളത്തോടുള്ള അവഗണനയെക്കുറിച്ചും ജോസ് കെ മാണി പറയുന്നുണ്ട്. കേരളം വളരാൻ പാടില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. കേരളത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമാണ് നെൽകർഷകർക്ക് സംസ്ഥാന സബ്സിഡി നൽകാൻ പാടില്ലെന്ന ഉത്തരവിന് പിന്നിലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാഷ്ട്രീയത്തിന്റെ പേരിൽ UDF-ഉം BJP-യും പദ്ധതികളെ എതിർക്കുകയാണ്. വികസന പ്രവർത്തനങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ BJP-യും UDF-ഉം ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. സുരേഷ് ഗോപി പറഞ്ഞത് എയിംസ് പ്രഖ്യാപിച്ചില്ലെങ്കിൽ വോട്ട് ചോദിക്കില്ല എന്നാണ്. ബജറ്റ് കഴിഞ്ഞ് ആളാവാൻ നടക്കുകയായിരുന്നു BJP നേതാക്കൾ. ഇപ്പോൾ ആർക്കും മിണ്ടാട്ടമില്ലെന്നും ജോസ് പറയുന്നുണ്ട്.